ശക്തമായ മഴയും അതിശക്തമായ കാറ്റുമാണ് തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അനുഭവപ്പെട്ടത്. കഴിഞ്ഞ ദിവസങ്ങളിൽ മഴയുടെ ശക്തി കൂടുതലായിരുന്നു. ഇന്നും മഴ തുടരുന്നുണ്ട്. പക്ഷെ കാറ്റിന്റെ വേഗത ഒരല്പം കുറഞ്ഞിട്ടുണ്ടെങ്കിലും മരം കടപുഴകി വീഴുന്നതും മരച്ചില്ലകൾ ഒടിഞ്ഞു വീഴുന്നതുമായ സംഭവങ്ങൾ ഇപ്പോഴും ജില്ലയിൽ പല മേഖലകളിലും തുടരുന്നുണ്ട്. പ്രത്യേകിച്ച് നഗരപ്രദേശങ്ങളിലും മരങ്ങൾ വീഴുകയും ഒപ്പം തന്നെ മരച്ചില്ലകളൊക്കെ ഒടിഞ്ഞു വീഴുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് തിരുവനന്തപുരത്ത് കവടിയാറിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. അതായത് വെള്ളയമ്പലത്ത് നിന്ന് കവടിയാർ സിഗ്നൽ എത്തുന്നതിന് തൊട്ട് മുമ്പ് ഇടതുവശത്താണ് ഈ മരച്ചില്ല ഒടിഞ്ഞു വീണിരിക്കുന്നത്. ഇവിടെ ഈ മരത്തിന് തൊട്ട് താഴെയൊക്കെ ലോട്ടറി കച്ചവടമൊക്കെ നടത്തുന്ന ചേട്ടന്മാരുണ്ടായിരുന്നു. ചേട്ടാ, ഇത് എപ്പോഴായിരുന്നു? 4:30 ആദ്യം മഴ തുടങ്ങി, നല്ല ശക്തമായ കാറ്റുണ്ടായിരുന്നു. അപ്പോൾ കാറ്റ് വീശിയപ്പോഴത്തേക്കാണ് ഈ വലത് ഭാഗത്ത് നിന്ന് ഓരോ സൈഡായിട്ട് ഒടിഞ്ഞു വീണ്. അപ്പോൾ 2-3 കാറുണ്ടായിരുന്നു. കാറ് പാർക്ക് ചെയ്തിരിക്കുകയായിരുന്നു. കാറിന്റെ മീതെ വീണോ? കാറിന്റെ മുകളിൽ വീണ്. കാറെല്ലാം ചപ്പി, പക്ഷെ ആൾക്കാരില്ലായിരുന്നു. നിങ്ങളപ്പോ ഇവിടെ ഇല്ലായിരുന്നോ? നമ്മളപ്പോ അടച്ചിട്ട് പോയ സമയം, കട്ടടച്ചിട്ട് പോയ സമയമായിരുന്നു. അതുകൊണ്ട് ഭാഗ്യം കൊണ്ട് ഇട്ടു. ഡേഞ്ചറായിട്ട് നിൽക്കുന്ന മരങ്ങളുണ്ടോ? ഇതുകൊണ്ടോ ആ പാലമരം, അത് വീഴാൻ സാധ്യതയുണ്ടോ? അത് വളഞ്ഞു നിൽക്കുകയാണത്. പുതിയ അറിയിപ്പ് അനുസരിച്ച് അടുത്ത വരും ദിവസങ്ങളിൽ കാറ്റിന്റെ വേഗത കുറയുമെന്ന് അറിയുന്നു. അങ്ങനെയെങ്കിൽ ഇത്തരം സംഭവങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പക്ഷേ അപ്പോഴും ഈ അപകടാവസ്ഥയുള്ള മരങ്ങളും മരച്ചില്ലകളൊക്കെ ഒടിഞ്ഞു വീഴുന്നതുമാണ് ആശങ്ക കൂട്ടുന്നത്.